ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി നടക്കുന്നത് കോറമംഗല എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഇതാ കണ്ടില്ലേ, ഈ ഫോട്ടോയിൽ കാണുന്ന ഇത്രയും പേരുടെ മുഖമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഫുൾ അവിടെയും ഇവിടെയും എല്ലാം കാണാൻ പോകുന്നത്. പിന്നതോ ഇവനാണ് സാധാരണക്കാരായ രണ്ട് ബ്ലോഗർമാരുടെ ബ്ലോഗിനെ മാറ്റിമറിച്ച് സ്ട്രീറ്റ് ഇന്റർവ്യൂ ആക്കിയ മഞ്ഞക്കുയിൽ. ഇവൻ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ ശരി, നമുക്കെന്നാ പരിപാടിയിലോട്ട് പോയാലോ? വാ പോവാം. നിർത്ത്, നമ്മളിവിടെ എത്തില്ലല്ലോ. നമുക്ക് വ്ലോഗായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പോട്ടെ, റിവൈൻഡ് അടിക്കൂ. ഹായ് ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ലൈവ് ഇടുന്ന ടൈം ആണെങ്കിലും കുറേ പേര് ചോദിക്കും, നിങ്ങൾ ബാംഗ്ലൂരല്ലേ, ബാംഗ്ലൂരൊന്നും നിങ്ങൾക്ക് ഓണം ഇല്ലേ, ഓണത്തിന് നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടല്ലോ, ഇവിടെ ബാംഗ്ലൂരൊന്നും ഇല്ലേ, പരിപാടിയൊന്നും ഇല്ലേ എന്നിങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ഓണം തുടങ്ങി, പക്ഷെ ഇതുവരെ തീർന്നിട്ടില്ല. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ല. നമ്മളിവിടെ ബാംഗ്ലൂർ മലയാളീസും ബാംഗ്ലൂർ മലയാളി സ്പോർട്സ് ക്ലബ്ബും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ചിൽ ഓണം എന്ന് പറയുന്ന ഓണ സെലിബ്രേഷൻ പരിപാടിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിനു മുമ്പത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടാണ്, നമ്മൾ വലുതായിട്ട് ഓണ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നാട്ടിൽ പോയി സദ്യ കഴിച്ച് അങ്ങനെ അവിടുത്തെ അല്ലറ ചില്ലറ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഓണം സെലിബ്രേഷൻ നമുക്ക് ഈ പ്രാവശ്യം നാട്ടിലില്ലായിരുന്നു. അത് നികത്താനായിട്ടാണ് നമ്മളിപ്പം ബാംഗ്ലൂരിലെ ചിൽ ഓണത്തിൽ പോയി ചില്ല് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ മാത്രമല്ല, ആരൊക്കെയാ നമ്മുടെ കൂടെ? ബ്രൈറ്റ് ഫോക്സ്, കിരൺ ചേട്ടൻ, പിന്നെ നിജയ്, ചിപ്പി. നമ്മൾ ഇത്രയും പേരും കൂടെ ആണ് പോകുന്നത്. അവരവിടെ നിന്ന് കാറിൽ വരും. നമ്മളിപ്പം ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് കോറമംഗലയിൽ ചില്ലോണത്തിലോട്ടാണ്. അപ്പം ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഓണം സെലിബ്രേഷൻ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാം ഫുള്ള് നമുക്ക് കാണാം. നമുക്ക് അങ്ങോട്ട് പോയാലോ? പോവാം. ഓക്കെ, ബൈ. ഗായ്സ്, അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ദേ ബാക്കിൽ കാണുന്നുണ്ട്, ഇവിടാണ് നമ്മുടെ ചില്ലോണം പരിപാടി നടക്കാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ എലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഞാൻ ബ്രൈറ്റ് ഫോക്സിനെ എലി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാം, ബ്രൈറ്റ് ഫോക്സ് എന്നെ അലീന എന്ന് വിളിക്കുന്നതും കേൾക്കാം. അപ്പോൾ എൻ്റെ ഈ ആർപിയും കാര്യങ്ങളൊക്കെ കാണാത്ത ഓഡിയൻസ് ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ആർപിയിലെ ക്യാരക്ടറാണ് ഈ അലീന എന്ന് പറഞ്ഞത്. ഈ എലി എന്ന് പറഞ്ഞത് എലിയുടെ ആർപി ക്യാരക്ടറാണ്. എലിക്കുട്ടി എന്നാണ്. ഞാൻ എലിന്ന് അതൊക്കെ വിളിച്ചങ്ങ് ശീലിച്ചു പോയി. അപ്പോൾ ഈ എലിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഇത് ആരാണെന്ന് തോന്നില്ല. ബ്രൈറ്റ് ഫോക്സിനെയാണ് ഞാൻ അങ്ങനെ വിളിക്കണം. ഓക്കെ, പ്രോഗ്രാം എന്തായാലും 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മളെത്തിയപ്പം കുറച്ച് ലേറ്റായി, 12 മണിയൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറേ പ്രോഗ്രാംസ്, ഡാൻസ്, പാട്ട്, അങ്ങനെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിരുന്നു. വന്നുടനെ സദ്യ കഴിക്കുന്നത് ശരിയാവത്തില്ലല്ലോ. അവനെ 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഹായ് ഗായ്സ്, നമ്മള് ഓണപരിപാടിക്ക് വന്നതാണ്. ഇതിപ്പോ രണ്ടാമത്തെ ഓണപരിപാടിയാന്ന് തോന്നുന്നു. നമുക്ക് അറിയാവുന്ന ചേട്ടന്മാര് നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തി. ഔട്ട്ഫിറ്റ് കാണിക്കാം. അടുത്തതായി ഔട്ട്ഫിറ്റ് ചെക്ക്. തിരിച്ചിട്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്താണോ ഗ്രീൻ ഇട്ട് വന്നത്? അൺപ്ലാൻഡ് ആയിരുന്നു. ഔട്ട്ഫിറ്റ് വേർത്തൊന്ന് റിവീൽ ചെയ്യാമോ? തുണി പൊക്കി പിടിച്ചിട്ട് ഓക്കെ. ഷൂ ഒരു അമ്മയുടെ, ഓക്കെ. പാന്റ് അമ്മയുടെ, മാല എന്റെ തന്നെ. ഓക്കെ. മൊത്തത്തില് ആരുടെയോ ഓർമ്മയില്ല. ഓക്കെ. ഇവിടെ ഔട്ട്ഫിറ്റ് വെറുത്ത് പറഞ്ഞു. ബർത്തൊന്നും പറയാൻ പറ്റില്ല, കാരണം ഭയങ്കര കോസ്റ്റ്ലിയാണ്.
ഞാൻ ഒന്ന് പൊഴിച്ച് ഇതെല്ലാം ചിക്പോട്ട, ഇതെല്ലാം ചിക്പോട്ട്, ഇതെല്ലാം എല്ലാം. അതെ, നമ്മൾ ഒത്തിരി എൻ്റെ വായിട്ടലച്ച് 2000 പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച് വാങ്ങിച്ച ഡ്രസ്സാണ്. പുറത്ത് പറയാൻ പറ്റത്തില്ല പ്ലീസ്. വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാം. സെറ്റും കൊണ്ടും മാല ബ്രൈറ്റ് ഫോക്സ് ചേച്ചിയുടെ, കമ്മല് എൻ്റെ തന്നെയാ. എന്തായിട്ടുണ്ടല്ലോ പരിപാടി നടക്കുന്നത് എന്തായാലും ഇപ്പം സമയം ഫുഡ് കഴിക്കാൻ സമയം, അതുകൊണ്ട് എന്തായാലും ഇനി സദ്യ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി എന്ത് പരിപാടി. ടീംസ് ആടെ എത്തി, സദ്യ കഴിക്കാൻ എത്തിയല്ലോ. ഫുഡ് എന്തിനാ മറ്റേ യൂട്യൂബിലുള്ള ബ്രൈറ്റ് ഫോക്സ് അല്ലേ ഇത്? ഈ ഒരുമാതിരി മറ്റേ മഞ്ഞ പത്രക്കാരെ പോലെ ക്യാമറ ഒന്ന് മാറ്റി പ്ലീസ്. സദ്യ കഴിക്കുന്നിടത്ത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഓണ സെലിബ്രേഷൻ ആകുമ്പം സദ്യ കഴിച്ചില്ലെങ്കിൽ എങ്ങനെ, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ചീറ്റ് ഡേ ആക്കിയിട്ട് ഓണസദ്യ അങ്ങോട്ട് കഴിച്ചു. ഗൈസ്, അപ്പം നമ്മൾ സദ്യ എല്ലാം കഴിച്ചു. സദ്യയും കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടി എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ പോകുന്ന സമയത്തായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മാത്യു വന്നിട്ടുണ്ട്. ദേ പോന്നു, കാണാൻ പറ്റുമോ എന്തോ, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? സ്പെഷ്യൽ ഗസ്റ്റ് മാത്യു മാത്രമല്ല, മാത്യുവിൻ്റെ പുതിയ സിനിമയായ നൈറ്റ് റൈഡേഴ്സിലെ ക്രൂ ഫുൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചിരിക്കാൻ വരുന്നൊരു സ്പോട്ടാണ്. സോ ലൈക്ക് ഐ ആം എ ഡോക്ടർ അറ്റ് ദ സെയിം ടൈം യെസ് സിനിമ ഈസ് മൈ പാഷൻ. കണ്ടില്ലേ, നൈറ്റ് റൈഡർ സിനിമയുടെ പ്രൊമോഷൻ കൂടിയായിരുന്നു ഇവിടെ നടന്നത്. ഈ വ്ളോഗ് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പം ഈ സിനിമ റിലീസായിട്ടുണ്ടായിരിക്കും. ഒക്ടോബർ 10 സിനിമ റിലീസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ വ്ളോഗ് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും സിനിമ റിലീസായിട്ടുണ്ടായിരിക്കാം. പിന്നെ നൈറ്റ് റൈഡേഴ്സ് ടീമിനല്ലാതെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായിട്ടുള്ള അംബരീഷ് ഉണ്ടായിരുന്നു. അംബരീഷിൻ്റെ ഒക്കെ ചെറിയൊരു ഡാൻസ് പെർഫോമൻസും. ആ ചെറിയൊരു ഡാൻസ് പെർഫോമൻസിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ട്രഡീഷണൽ ഫാഷൻ ഷോയിലോട്ടാണ്. അത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. ചെണ്ടമേളം വിത്ത് ഫാഷൻ ഷോ ആയിരുന്നു. ഗൈസ്, അപ്പം ഏകദേശം പരിപാടിയെല്ലാം ഇൻഡോർസിലുള്ള ഏകദേശം പരിപാടീസ് എല്ലാം കഴിഞ്ഞ് മറ്റേ എന്തൊക്കെയാണ് ഫാഷൻ ഷോ, ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഔട്ട്ഡോറിലുള്ള നമ്മുടെ ഓണത്തിൻ്റെ തനിനാടൻ പരിപാടീസൊക്കെ എന്താണ് വടംവലി, കുറിയടി, അങ്ങനത്തെ കുറേ പരിപാടീസ് നടത്താൻ വേണ്ടി പോവാണ്. ഇൻഡോറിലെ പരിപാടി നമ്മൾ ഫുള്ള് കണ്ടില്ല. അങ്ങനെ ഔട്ട്ഡോറിലെ പരിപാടി കാണാമെന്ന് പറഞ്ഞ് ഔട്ട്ഡോർ പരിപാടി ഇറങ്ങിയിട്ടും അതും ഫുള്ള് കണ്ടില്ല. ഇത് കണ്ടില്ലേ, ആകെപ്പാടെ ഈ ബലൂൺ ചോട്ടി പൊട്ടിക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫോട്ടോ എടുക്കാനും കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പോയി. പിന്നെയാണ് നമ്മൾ ഈ വ്ളോഗ് മാറി ഒരു എന്താ പറയുന്ന സ്ട്രീറ്റ് ഇൻ്റർവ്യൂ പോലൊരു സംഭവമായി മാറിയത്. എൻ്റെ മച്ച ചില്ലോണം എന്ന് പറയുന്ന പരിപാടിക്ക് വന്നപ്പോൾ 2 ക്യൂട്ട് കുട്ടികൾ. ഓക്കെ, ഞാൻ മഞ്ഞക്കുയിൽ മീഡിയ എന്നായിരുന്നേ ചേച്ചി. ബ്രോ, ഞാൻ മഞ്ഞക്കുയിൽ മീഡിയ എന്നായിരുന്നേ. അപ്പം പ്രോഗ്രാം കണ്ടായിരുന്നോ? ആ പ്രോഗ്രാം കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്, നല്ല അടിപൊളി പ്രോഗ്രാമാണ്. അടിപൊളി പ്രോഗ്രാം. എപ്പോഴാണ് വന്നേ? ഞാൻ കുറച്ച് ലേറ്റ് ആയി, 10-11 മണിയായി. 10-11 മണിയായി. ഓക്കെ, അപ്പോൾ നമ്മളെക്കാട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോക്ക് വിത്ത് യെല്ലോ എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ റാൻഡമായിട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കും. നിങ്ങൾ ബാംഗ്ലൂർ അല്ലേ? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ എവിടെയാണ്? ഒരു അക്ഷരം പറഞ്ഞാൽ അത് വെച്ചൊരു വേർഡ് പറയാൻ പറ്റുമോ? ഓക്കെ, ആദ്യത്തെ അക്ഷരം ഫ്ലാ. ചേട്ടന്റെ മുടിയുടെ രഹസ്യം പങ്കുവെക്കോ?
വലിയ രഹസ്യമൊന്നുമില്ല. കോക്കനട്ട് ഓയിൽ. ഇവിടെ ഇന്ന് എന്താണ് ആക്ച്വലി പരിപാടി? ഞങ്ങൾ വഴി കൂടെ ഒരു ചേച്ചിന്റെ പുറകെ പോയപ്പോൾ കണ്ടപ്പോൾ കയറിയതാണ്. ഓക്കെ, ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചി ഒന്നും പറഞ്ഞില്ല. ഇവിടുത്തെ പരിപാടി എന്നാ ഓണത്തിന്റെ ആണോ? ചേച്ചിക്ക് എന്ത് പറയണ്ടോ? ചേച്ചിക്ക് പ്രായം കുറവാണ്. ഓണത്തിനെ പറ്റി ചേച്ചി എന്ത് ഡ്രസ്സായിരുന്നു ആക്ച്വലി? ഗായ്സ്, അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ തന്നെ പേടിച്ചു പോയി. ഗൈസ്, അവിടെ അകത്ത് ചായ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. പബ്ലിക് അവയർനെസ് ആണ്. അവൻ മൂത്രം ഒഴിക്കുമ്പോൾ വീഡിയോ എടുക്കണം. ബിക്കോസ് നാളെ അവൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കരുത് അവൻ. അപ്പൊ ക്യാമറ ആലോചിക്കണം. സത്യം അത് ഈ ബ്ലോഗിൽ തലമുറയെ നല്ല രീതിയിൽ നയിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. സത്യം അവൻ ഒഴിച്ചോണ്ട് നിന്നത് അവൻ തിരിച്ചു വലിച്ചോടി. വേണ്ട ഡയറ്റാ. അത് കട്ട് ചെയ്യണേ. ഗൈസ്, അപ്പം നമ്മൾ പോയ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെടുത്ത് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. ജസ്റ്റ് നടന്നു പോയി ചായ കുടിച്ചിട്ട് വന്ന്. ബാക്കി ഇനിയാണ് നമ്മുടെ വടംവലി പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. വടംവലിയുടെ വടമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ വടംവലി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം 2 സൈഡിലെ ടീം അംഗങ്ങൾ അണിനിരന്ന് വടം വലിക്കുന്നതായിരിക്കും. നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഔട്ട്ഡോറിലെ ഏകദേശം പരിപാടികളെല്ലാം തീർന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആകപ്പാടെ കണ്ടത് ഈ വടംവലിയാണ്. അതിനുശേഷം ആക്റ്റീവ് റേഡിയോയുടെ കിടിൽ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. അത് നൈസായിട്ട് എൻജോയ് ചെയ്ത്. ബാൻഡ് മാത്രമല്ലായിരുന്നു കേട്ടോ, ബാൻഡ് വിത്ത് ഫാഷൻ ഷോ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ അവിടെ നടന്നു. ആക്ച്വലി അവർ തന്നെ പറഞ്ഞു അവർ ആദ്യമായിട്ടാണ് ബാൻഡ് വിത്ത് ഫാഷൻ ഷോ ചെയ്യുന്നതെന്ന്. ഒരു വെസ്റ്റേൺ ഫാഷൻ ഷോ ആയിരുന്നു. അതും നൈസായിരുന്നു. ഇതോടുകൂടി പ്രോഗ്രാം എല്ലാം വൈൻഡപ്പായി നമ്മളവിടുന്ന് സ്കൂട്ടായി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ചില്ലോണം നല്ല ചില്ലായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്തു. രാവിലെ തൊട്ട് നല്ല കിടിലം പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു എല്ലാം. എന്തായിരുന്നു, ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും നല്ല കിടിലം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു എൻജോയ് ചെയ്തൊരു വൈബ് ഡേ ആയിരുന്നു ഇന്നത്തെ ദിവസം. ഇന്നത്തെ സൺഡേ നല്ല എൻജോയ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പോകുമെന്ന് വിചാരിച്ച കാര്യമല്ലായിരുന്നു, പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ ആണെങ്കിലും നൈസായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലം വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ഇറ്റ്സ് അമൃത ആൻഡ് കിരൺ സൈനിങ് ഓഫ്. ബൈ. എന്തുവാണോ തന്റെ പ്രശ്നം? മഞ്ഞക്കുയില്